ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യയുടെ ഡിവോഴ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അഖിലും ശ്യാമയും. എന്നാലും താൻ കണ്ണനെ വെച്ച് ആണയിടണ്ടായിരുന്നു. ഇതിപ്പോൾ നടന്നില്ലെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെ അഖിൽ ചോദിക്കുമ്പോൾ കണ്ണൻ എന്താണെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ലെന്ന് ശ്യാമയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അരുണും ചേർന്ന് വക്കീലിനെ കാണാൻ പോയിരിക്കുന്നതാണ്. വക്കീൽ പറയുകയാണ്, സാധാരണ എൻ്റെ അടുത്ത് ഏത് കേസ് വന്നാലും ഞാൻ ജയിപ്പിക്കാറാ പതിവ്. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് തന്നെ ഇപ്പോൾ സംശയമാണ്. അതെന്താ വക്കീലെ അങ്ങനെ പറയുന്നതെന്ന് അരുൺ ചോദിക്കുമ്പോൾ, അരുൺ ഇപ്പോൾ വീട്ടിൽ അശ്വതിയെയും ശ്രീകുട്ടിയെയും അല്ലേ താമസിപ്പിച്ചിരിക്കുന്നത്. അതുതന്നെ അരുണിനെതിരെ ഒരു തെളിവായിട്ട് ഐശ്വര്യയ്ക്ക് കോടതിയിൽ പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അരുൺ റിമാൻഡിൽ വരെ ആകും. ഇത് കേൾക്കുന്ന ശ്യാമയും അരുണും ഞെട്ടലോടെ വക്കീലിനെ നോക്കുകയാണ്. അതിപ്പോ ഞാൻ ജയേഷിന്റെ കാര്യം പറഞ്ഞതല്ലേ, അവരെ അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത് സേഫ് അല്ലെന്ന് അരുൺ പറയുമ്പോൾ, വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളെന്നും എന്താണെങ്കിലും നമുക്ക് നോക്കാമെന്നും വക്കീൽ പറയുന്നു. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വക്കീൽ പറയുകയാണ്, അരുണും ഐശ്വര്യയും ചേർന്ന് ഒരു ജോയിന്റ് പെറ്റീഷൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടക്കും. ഞാൻ നോക്കിയിട്ട് അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ലെന്ന് വക്കീൽ പറയുമ്പോൾ അരുൺ പറയുകയാണ്, പക്ഷെ വക്കീലെ, എന്താണെങ്കിലും ഐശ്വര്യ ഒപ്പിട്ട് തരാനേ പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഒപ്പിടിക്കണം അരുൺ, അല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് വക്കീൽ പറയുമ്പോൾ താൻ ശ്രമിച്ചു നോക്കാമെന്ന് ശ്യാമയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ സുരഭിയെ കാണാൻ ചെന്നിരിക്കുന്നതാണ്. സുരഭിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടിട്ട് ഐശ്വര്യ പറയുകയാണ്, മമ്മി ടെൻഷനൊന്നും ആകണ്ട, എനിക്കവിടെ ആനന്ദ നിലയത്തിലെ ഒരു പ്രശ്നവുമില്ല. മോളെ, ജയേഷ് എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടെന്ന് സുരഭി പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഐശ്വര്യ പുറകിലേക്ക് നോക്കുകയാണ്. അതേസമയം ജയേഷ് അങ്ങോട്ടേക്ക് വരുന്നു. ജയേഷിനെ കണ്ടത് ഭാഗ്യമായി. ശ്യാമ ഒതുക്കാനുള്ള വഴികൾ നമുക്ക് ആലോചിക്കണ്ടേ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു. അതൊക്കെ നമുക്ക് ആലോചിക്കാം, ആദ്യം പണം തന്ന് സെറ്റിൽ ചെയ്യാൻ നോക്ക്. ഏത് പണമെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ സുരഭി പറയുകയാണ്, അത് പിന്നെ ആ ഷാർപ്പ് ഷൂട്ടറിന് കൊടുക്കാനുള്ളത്, പിന്നെ ആ മെക്കാനിക് പയ്യനും. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, ശരി, ആ മെക്കാനിക് പയ്യന് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഷാർപ്പ് ഷൂട്ടർ തൻ്റെ ജോലിയൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ പണം കൊടുക്കുന്നത്? പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എവിടുന്നാ ഇപ്പോൾ 30 ലക്ഷം രൂപ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ജയേഷ് പറയുകയാണ്, ദേ ഐശ്വര്യ, കേസ് ഇതുവരെ ക്ലോസ് ആയിട്ടില്ലെന്നുള്ള കാര്യം ഓർമ്മ വേണം. ആ പയ്യൻ മൊഴി മാറ്റി പറഞ്ഞാലേ അതോടെ തീർന്നു. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരു സൗഹൃദത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ കാശിൻ്റെ കാര്യം വരുമ്പോഴേ ഞാൻ ആ സൗഹൃദം അങ്ങ് മറക്കും. പിന്നെ ഈ ജയേഷിൻ്റെ മറ്റൊരു രൂപമായിരിക്കും നീ കാണുക എന്ന് പറഞ്ഞ് ജയേഷ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ഐശ്വര്യ സുരഭിയോട് പറയുകയാണ്, മമ്മി ഞാനിപ്പോൾ എവിടെന്നാ 30 ലക്ഷം കൊടുക്കുക? എവിടെ നിന്നാണെന്നോ? നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ആനന്ദ നിലയത്തിൽ നിന്ന്. അതാ മമ്മി ഞാൻ ചോദിച്ചത് എങ്ങനെയെന്ന്. അതെ, എനിക്കും ഒരു 20 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്. മൊത്തം 50 ലക്ഷം രൂപയും കൊണ്ട് വരാൻ നോക്കാൻ സുരഭി ഐശ്വര്യയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്രീകുട്ടി അശ്വതിയും കൊണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അമ്മയ്ക്ക് ഞാൻ കഞ്ഞി എടുക്കാമെന്ന് ശ്രീകുട്ടി പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കഞ്ഞിയുമായിട്ട് വസുന്ധര വരുന്നു. ഇത് കാണുന്ന അശ്വതി അമ്പരപ്പോടെ വസുന്ധരയെ നോക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, എൻ്റെ ശ്യാമയും അമൃതയും പോലെ തന്നെയാണ് നീയും. ഇനി എന്തൊക്കെ വന്നാലും ശരി, എൻ്റെ മോളെ ഞാൻ എന്താണെങ്കിലും വിട്ടു കളയില്ലെന്നും എൻ്റെ അരുണിൻ്റെ ജീവിതത്തിൽ ഇനി എപ്പോഴും വേണ്ടത് നീയാണെന്നും വസുന്ധര പറയുന്നു. ഇത് കേൾക്കുന്ന ശ്രീകുട്ടി ചോദിക്കുകയാണ്, അപ്പോൾ മുത്തശ്ശി എന്താ പറഞ്ഞു വരുന്നത്? മുത്തശ്ശി അരുണങ്കിളിനെയും അമ്മയും കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണോ? എനിക്ക് അരുണങ്കിളിനെ ഒത്തിരി ഇഷ്ടമാ. ഈ കാര്യം മുത്തശ്ശിയോട് പറയണമെന്നും ഞാൻ കരുതിയതാ. അമ്മയുടെയും അങ്കിളിൻ്റെയും വിവാഹം എവിടെ വെച്ചാ മുത്തശ്ശി നടത്തുന്നത്? അമ്പലത്തിൽ വെച്ചാണോ എന്നൊക്കെ ശ്രീകുട്ടി ചോദിക്കുമ്പോൾ വരട്ടെ, സമയമുണ്ടല്ലോ എന്ന് വസുന്ധര പറയുന്നു. കല്യാണം എന്താണെങ്കിൽ കേമമാക്കണമെന്ന് ആദ്യം അമൃതയും പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പേ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ഐശ്വര്യ. എത്രയും വേഗം ആ ഡിവോഴ്സ് നേടിയെടുക്കണമെന്ന് വസുന്ധര പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അതെ അമ്മേ, ഞാൻ എൻ്റെ കണ്ണനെ വെച്ചാ വെല്ലുവിളിച്ചത്. ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ്, ഐശ്വര്യ എന്താണെങ്കിലും ഡിവോഴ്സ് ഒപ്പിടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എൻ്റെ കണ്ണൻ എന്നെ ഒരിക്കലും ചതിക്കില്ല. എന്താണെങ്കിലും അരുണേട്ടന് ഡിവോഴ്സ് കിട്ടിയിരിക്കുമെന്നും ശ്യാമ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമയാണ്. എന്താ ശ്യാമേ, എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അമൃത വരുമ്പോൾ അശ്വതി ചേച്ചിയുടെയും ശ്രീകുട്ടിയുടെയും കാര്യം ഓർക്കുകയായിരുന്നെന്ന് ശ്യാമ പറയുന്നു. കൂടാതെ ആ ഡിവോഴ്സും അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്നും ശ്യാമ അമൃതയോട് പറയുന്നു. എങ്ങനെയാണെങ്കിലും നമുക്കതിന് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമൃത അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ഐശ്വര്യ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അയ്യോ ശ്യാമേ, ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? അന്ന് എനിക്കൊരു അത്യാവശ്യം വന്ന നീയല്ലേ എനിക്ക് പണം തന്ന് സഹായിച്ചത്? ഇത് കേൾക്കുന്ന ശ്യാമ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് വീണ്ടും പണത്തിന്റെ ആവശ്യം വന്നോ?
അയ്യോ ശ്യാമേ, നിനക്ക് ആൾക്കാരുടെ മനസ്സറിയാനുള്ള കഴിവുമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് പണം തന്നെയായിരുന്നു അല്ലേ ആവശ്യമെന്ന് ശ്യാമ ചോദിക്കുന്നു. അതെ ശ്യാമേ, എനിക്കൊരു 50 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ശ്യാമയ്ക്ക് ഞാനത് എന്താണെങ്കിലും തിരിച്ചു തരാം. 50 ലക്ഷം രൂപ എനിക്ക് തരികയാണെങ്കിൽ ശ്യാമ പറയുന്ന എന്തും ഞാൻ കേൾക്കാമെന്ന് ഐശ്വര്യ പറയുമ്പോൾ എന്തും കേൾക്കുമോ എന്ന് ശ്യാമ ചോദിക്കുന്നു. അതെ ശ്യാമേ, ആ പണം കിട്ടിയില്ലെങ്കിൽ ഇപ്പോ മരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഐശ്വര്യ പറയുമ്പോൾ എന്നാലേ ഐശ്വര്യയുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടണമെന്ന് ശ്യാമ പറയുന്നു. അതിലും ഭേദം ഞാൻ മരിക്കുന്നതല്ലേ ശ്യാമേ. നീ എനിക്ക് പണം തരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഏത് വിധേനയും അത് തിരികെ തരാമെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഒരിക്കലും നടക്കില്ലെന്നും ഡിവോഴ്സ് പെറ്റീഷൻ സൈൻ ചെയ്യുകയാണെങ്കിൽ പണം തരാമെന്ന് ശ്യാമ പറയുന്നു. എന്നാൽ എനിക്കൊരു 75 ലക്ഷം രൂപ വേണം. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരില്ലേ? ഞാനും ഒരു പെണ്ണല്ലേ, എനിക്ക് ജീവിക്കണ്ടേന്നൊക്കെ ഐശ്വര്യ ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയുകയാണ് ശ്യാമ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.